ഹലോ ഗൈസ്, വെൽക്കം ടു കോഡ്കട. ഇത് നമ്മൾ മുമ്പ് പറഞ്ഞ മാതിരി ഒരു പാറ്റേൺസിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഫസ്റ്റ് പാർട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും, 4 ട്രയാങ്കിൾസ് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് കറക്റ്റ് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ സെക്കൻഡ് ക്ലാസ്സിൽ പറയുന്നത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ക്യാച്ച് ചെയ്യാൻ പറ്റും. സോ ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു 4 പാറ്റേൺസാണ്. പാറ്റേൺ നമ്പർ 1 പിരമിഡ്, പാറ്റേൺ നമ്പർ 2 ഇൻവേർട്ടഡ് പിരമിഡ്, 3 എന്ന് പറയുന്നത് നമ്മൾ ഡയമണ്ട് പാറ്റേൺ ആണ്. പിന്നെ 4 എന്ന് പറയുന്നത് നമ്മൾ പിരമിഡ് യൂസ് ചെയ്തിട്ടാണ് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പിരമിഡാണ്, ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഈ പാറ്റേൺസ് ഫസ്റ്റ് കാണുമ്പോൾ തന്നെ പാനിക്കാവൊന്നും വേണ്ട. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളുള്ളൂ. നമ്മൾ ആ ഒരു 4 ട്രയാങ്കിൾ വെച്ചിട്ടാണ് ഇത് മൊത്തം ചെയ്യുന്നത്. അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കോഡ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളൊരു കമ്പൈലർ ഓപ്പൺ ചെയ്ത് ഓക്കെ. ഇനി നമ്മൾ -i എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാറ്റേൺ, ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചു. നമ്മൾ ഈ ഫസ്റ്റ് പാറ്റേണിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗം ഒരു ട്രയാങ്കിൾ ഇങ്ങനെ വരക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രയാങ്കിൾ നമ്മൾ -i യൂസ് ചെയ്തിട്ട് പ്രിന്റ് ചെയ്ത ട്രയാങ്കിളിൻ്റെ അതേ ഷേപ്പാണ്. സോ ആ ഒരു ഷേപ്പിലുള്ള ഒരു ട്രയാങ്കിൾ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്പേസ് കൊടുത്താൽ നമുക്ക് അവിടെ ഒരു സ്പേസ് ഇവിടെ ക്രിയേറ്റ് ആയി കിട്ടും. ഇതിന് പിന്നെ ബാക്കിയുള്ളത് പ്രിന്റ് ചെയ്യാൻ കൊടുത്താൽ മതി. ആ ഒരു ലോജിക്കിൽ തന്നെ പോയത് പോകണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് -i എന്ന് പറഞ്ഞതാണ് ഏത് ട്രയാങ്കിളാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണം. അതിനാണ് ഞാനത് ത്രൂ ഔട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് കൊടുക്കാനുള്ളത് j j++. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. യെസ്. അപ്പോൾ ഈ ഭാഗത്ത് നമുക്കിനി സ്പേസ് ആണ് ആവശ്യമുള്ളത്. സോ നമ്മളവിടെ സ്പേസ് പ്രിൻ്റ് ആക്കി. പിന്നെ ഒരു പ്രിൻ്റഡ് ലൂപ്പ് വേറെ ഒന്ന് ക്രിയേറ്റ് ചെയ്തു. നമ്മളിവിടെ വേരിയബിൾ ഒരു k കൊടുക്കുകയാണ്. ഓക്കെ, ഫോർ ലൂപ്പ് ഓപ്പൺ ചെയ്തു. ഇത് ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ j ലൂപ്പ് i ലൂപ്പിൻ്റെ ഇൻസൈഡ് എഴുതിയ മാതിരി തന്നെയാണ് ഇപ്പോൾ എഴുതുന്നത്. i ലൂപ്പിൻ്റെ ഇൻസൈഡിലാണ് നമ്മൾ k ലൂപ്പ് എഴുതുന്നത്. പ്രിൻറ്റിംഗ് ആയിട്ട് k ലൂപ്പാണ് വെക്കുന്നത്. സോ ഗ്രേറ്റർ ദാൻ i കൊടുത്തു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് k++. ഞാനിത് ഓരോ സ്റ്റെപ്പും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് j<i എന്ന് എഴുതിയ സെയിം ട്രയാങ്കിളാണ് ഇവിടെ പ്രിന്റ് ആയിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഓൾറെഡി ഇവിടെ സ്പേസ് ഉള്ള കാരണം ബാക്കിയുള്ള പ്ലേസിൽ ഇതിപ്പോൾ ഞാനൊന്ന് ടാഗ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും ഈ പാറ്റേൺ ആണ് നമ്മൾ പ്രിന്റ് ആക്കിയത് ഇവിടെ ഈ k ലൂപ്പിൽ. പക്ഷേ അതിന് മുമ്പ് ഇവിടെ ഒരു സ്പേസ് പ്രിന്റ് ആക്കിയ കാരണമാണ് നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ കിട്ടി. ഇനി വേണ്ടത് നമുക്ക് പിരമിഡ് ആണ്. ഇതിന്റെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വേണം. അപ്പോൾ ഈ i മൂവ് ചെയ്യുന്നത് അതിന്റെ ഡബിൾ ആക്കിയാൽ മതി. സോ i ഇവിടെ 2 വട്ടം മൂവ് ചെയ്യുന്നത് ഇവിടെ 4 വട്ടമാകും. ഇവിടെ 3 വട്ടം മൂവ് ചെയ്യുന്നത് ഇപ്പുറത്ത് എന്ത് ചെയ്യണം, 6 വട്ടമാക്കണം. അപ്പോൾ ഇവിടെ ജസ്റ്റ് 2 × i എന്ന് മാത്രം കൊടുത്തു നോക്കുക. പാറ്റേൺ രൂപം കിട്ടി. ഇവിടെ നമുക്ക് നേരെ മിററാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈൻ ഇവിടുന്ന് കളയണം. സോ ഇവിടെ -1 കൊടുക്കണം. ഇത്രയേ ഉള്ളൂ ഒരു പിരമിഡ് പ്രിന്റ് ചെയ്യാൻ. അപ്പോൾ അതാണ് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക,
ആ രൂപം വരുന്നുണ്ടോ നോക്കുക, എന്നിട്ട് അതിൽ മോഡിഫൈ ചെയ്താൽ മതി. അതാകുമ്പോൾ നിങ്ങൾക്ക് വലിയ കൺഫ്യൂഷൻ വരില്ല. ഫസ്റ്റ് തന്നെ നിങ്ങൾ ഈ ഒരു ഇത് കാണാപ്പാടം പഠിക്കുക അല്ലെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കതൊരു പിന്നീട് ഒരു കോംപ്ലിക്കേഷൻ വരുമ്പോൾ അത് പെട്ടെന്ന് കിട്ടില്ല. ഓരോ പാറ്റേണിനും ഓരോ കോഡ് പഠിച്ചേക്കരുത് ഒരിക്കലും. ഒരു കോഡ് തറവായിട്ട് പഠിച്ചേക്കുക, അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കുക. പുതിയ പാറ്റേൺ കിട്ടുമ്പോൾ എന്ത് ചെയ്യുക, ആ ലോജിക്ക് വെച്ചിട്ട് എങ്ങനെയെല്ലാം അൾട്ടറേഷൻ ചെയ്യാം എന്നുള്ളത് നോക്കും. സോ ഇതിപ്പോൾ ഫസ്റ്റ് പാറ്റേൺ നമുക്ക് ഓൾറെഡി പ്രിൻ്റ് ആയി കഴിഞ്ഞു. ഇനി ഇതിൽ സെക്കൻഡ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടഡ് പിരമിഡാണ്. ഇതിൽ നമ്മൾ ഐട്രേഷൻ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്, ഐ ഫോർ ലൂപ്പിൽ ഐട്രേഷൻ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്, 1 മുതൽ റോ വരെ മൂവ് ചെയ്യണം. സോ അത് ഒന്ന് റിട്ടേൺ കൊടുത്താൽ മതി. 5 മുതൽ 1 വരെ പ്രിന്റ് ചെയ്താൽ ബാക്കിയുള്ളതെല്ലാം അതേപോലെ തന്നെ എഴുതിയാൽ മതി. സോ നമ്മൾ ഈ ഒരു പാറ്റേൺ മാത്രം പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൽ ഞാൻ ഇവിടെ ഐ മാത്രം ഒന്ന് റിവേഴ്സ് ചെയ്ത് കൊടുക്കുക. പറഞ്ഞാൽ റോ മുതൽ 5 മുതൽ സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് 1 വരെ പോകണം. അത് ഓരോ ഐട്രേഷൻ കഴിയുമ്പോൾ ഐ മൈനസ് ആയി വരണം. ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കി. ഇൻവേർട്ടർ പിരമിഡ് കിട്ടി. അത് നമ്മൾ ആ ഒരു ഫസ്റ്റ് ലൈനിൽ തന്നെ ഐ ഐട്രേഷൻ റിവേഴ്സ് കൊടുക്കുകയാണ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒറ്റ കോഡിൽ തന്നെ എങ്ങനെയൊക്കെ മോഡിഫൈ ചെയ്യാം എന്നുള്ളൊരു കൺസെപ്റ്റ് ആദ്യം നിങ്ങൾ കൊണ്ടുവരും. എന്നിട്ട് അത് കീപ്പ് ചെയ്യുക. പിന്നെ ഒരിക്കലും ഞാനിപ്പോൾ ചെയ്ത മാതിരി ഡയറക്റ്റ്ലി മോഡിഫൈ ചെയ്യരുത്, ഫുള്ളി കളയുക, പിന്നെ രണ്ടാമത് എഴുതുക. വൺസ് ഒരു വട്ടമെങ്കിലും നിങ്ങൾ പേപ്പർ വർക്കൗട്ട് ചെയ്തിരിക്കണം, മസ്റ്റാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലോജിക്ക് ഇത്ര പെട്ടെന്ന് ബിൽഡ് ആവില്ല. സോ ഒരു വട്ടം പേപ്പർ വർക്കൗട്ട് ചെയ്യുക, വൺസ് കോഡ് എഴുതുക, വൈപ്പ് ഔട്ട് ചെയ്യുക. നെക്സ്റ്റ് വൺസ് ഒന്നുകൂടി ആ കോഡിന് എഴുതുക, വൈപ്പ് ഔട്ട് ചെയ്യുക. അടുത്ത പാറ്റേണിൻ്റെ കോഡ് അതേപോലെ റിപ്പീറ്റേഷൻ എത്ര സംഭവിക്കുന്നു അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ആവും. സോ ഇത് ഫസ്റ്റ് പാറ്റേണും സെക്കൻഡ് പാറ്റേണും ഒരേ കോഡിങ്ങിൽ, അതായത് നമ്മൾ ട്രയാങ്കിൾ പ്രിന്റ് ചെയ്യാൻ യൂസ് ചെയ്ത അതേ മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു ചെറിയ മോഡിഫിക്കേഷൻ, ഒരു ലോജിക്കലി നോക്കിയാൽ മതി. ഇവിടെ ഐ ഐട്രേഷൻ സിംഗിളി ഒരു സൈഡ് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കൂടി വർക്ക് ചെയ്താൽ, അതിൻ്റെ ഡബിൾ ആയിട്ട് വർക്ക് ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പാറ്റേൺ കിട്ടും. ആ ഒരു ബേസിക് ലോജിക്കിലേക്ക് എത്തുക നിങ്ങൾ. എന്നിട്ട് കീപ്പ് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റൂ. ഇനി വേണ്ടത് നമുക്ക് പിരമിഡാണ്. പിരമിഡല്ല, ഡയമണ്ടാണ്. തേർഡ് പാറ്റേൺ ഡയമണ്ട് പാറ്റേൺ ആണ് നമുക്കിനി ആവശ്യം. സോ ഇനി എന്നെ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ ഈ ഒരു നോർമൽ പിരമിഡും ഇൻവേർട്ടർ പിരമിഡും കൂട്ടിച്ചേർത്ത് വെച്ചാൽ ഡയമണ്ട് കിട്ടൂലേ? ഈ സെയിം കോഡ് യൂസ് ചെയ്താൽ പോലെ. സോ ഇതേ കോഡ് ഇവിടെ റൈറ്റ് സൈഡിൽ അടിയിൽ എഴുതിയാൽ മതി. ഫോർ ലൂപ്പ് ഓപ്പൺ ചെയ്യുക, ഐ ഐട്രേഷൻ. അതായത് ഇനി എനിക്ക് വേണ്ടത് മേലെയാണ് കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇൻവേർട്ടർ പിരമിഡ് അടിയിലാണ് വരുന്നത്. അപ്പോൾ മേലെ എന്ത് ചെയ്യുക, ഈ സെയിം കോഡ് സ്ട്രേറ്റ് പിരമിഡ് കിട്ടുക എന്നുള്ള രീതിയിൽ കൊടുക്കണം. പിരമിഡിൽ ഇത് നമുക്കൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ ഈ ലൈന് 2 പ്രാവശ്യം നമുക്ക് ആവശ്യമില്ല, ഒറ്റ പ്രാവശ്യം ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ റോ സ്റ്റാർട്ട് ചെയ്യുന്നത് 5-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് 4-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കൊടുത്താൽ മതി. -1 കൊടുക്കുക, പ്രിന്റ് കൊടുക്കുക. തേർഡ് പാറ്റേൺ ഇത്ര ഉള്ളു പരിപാടി. അതായത് നോർമൽ നമ്മൾ പിരമിഡ് വർക്ക് ചെയ്ത് അതിൻ്റെ കോപ്പി പേസ്റ്റ് അടിയിലിട്ടിട്ട് അടിയിലത്തത് ഇൻവേർട്ടഡ് ആക്കിയാൽ മതി. മനസ്സിലായോ? അതായത് ഈ ഒരു കോഡ് അങ്ങനെ ആദ്യം ഒരു നോർമൽ ഫസ്റ്റ് പാറ്റേൺ പ്രിന്റ് ചെയ്യാം, പിരമിഡ് പ്രിന്റ് ചെയ്യാം. അത് കഴിഞ്ഞ് ഈ ഒരു പാറ്റേൺ കോപ്പി ചെയ്യാം, പേസ്റ്റ് കൊടുക്കുക. ഇങ്ങനെ കിട്ടുന്ന ഈ ഒരു രണ്ടാമത്തെ പാറ്റേണിനെ ഇൻവേർട്ടഡ് ആക്കിയാൽ മതി. ആ ഇൻവേർട്ടഡ് ആക്കുമ്പോൾ ഒരു ലൈന് കുറക്കും ചെയ്യും. അപ്പോൾ -1 ഇത് റിവേഴ്സ് ചെയ്യാൻ ഐ ഗ്രേറ്റിൽ നിന്ന് റിക്വസ്റ്റ് 1 വരെ വരുന്നു. ഐ മൈനസ്
ഇത്രയുള്ള ഒരു ഡയമണ്ട് പ്രിന്റ് ചെയ്യാനുള്ള ഒരു വഴി. ഇനി നമുക്ക് നോക്കേണ്ടത് ഫോർത്ത് പാറ്റേൺ ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഫസ്റ്റും സെക്കൻഡും യൂസ് ചെയ്തിട്ട് തേർഡ് നമ്മൾ പ്രിന്റ് ആക്കി. അതേ ഫസ്റ്റ് സെക്കൻഡ് നേരെ ഉൾട്ട, അതായത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റിയിട്ടാൽ ഫോർത്ത് പാറ്റേണും കിട്ടിയില്ല. ഈ സെയിം പ്രിൻസിപ്പിൾ തന്നെ, വേറെ ഒരു മാറ്റം വേണ്ട. അതായത് ഈ ഒരു പാറ്റേൺ എടുത്തിട്ട് മുകളിലേക്ക് ഇട്ടാൽ പോലെ ഇവിടെ റോമൈനസായി എല്ലാം വേണ്ടത് സി. ഇവിടെ നമുക്ക് സെൻട്രൽ ഒരു പോയിന്റ് കളയണം. ഇവിടെ 2 സിംഗിൾ പോയിന്റ് സിംഗിൾ സ്റ്റാർ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിവിടെ I1 മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. I1 മാറ്റിയിട്ട് 2 മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ കൊടുത്താൽ മതി. സിംപ്ലസ്റ്റ് നമുക്ക് ഫോർത്ത് പാറ്റേൺ കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് സിമ്പിളായിട്ട് നമ്മൾ ജസ്റ്റ് ആ ഒരു 4 ട്രയാങ്കിളുടെ ബേസിലാണ് ബാക്കി ഒരു 90% പാറ്റേൺസും വർക്കാവുന്നത്. നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. ഈ ഒരു പിരമിഡ് പ്രിന്റ് ചെയ്യാൻ നമ്മളിവിടെ എന്ത് ചെയ്തു, ഈ ഒരു കോഡിൽ ഒരു ചെറിയ വ്യത്യാസം, അത് നമ്മൾ ലോജിക്ക് ബിൽഡ് ആയിട്ടുണ്ടെങ്കിൽ ആ ലോജിക്കിൽ തിങ്ക് ചെയ്ത് നോക്കിയാൽ മതി. ആ ഒരു സെൻറ്ററിൽ നിന്ന് അപ്പുറത്തേക്ക് ഇനി മൂവ് ചെയ്യാൻ ഇത്ര ഒരു അതാണ് ഇതിൻ്റെ എന്താ പറയുക, ഒരു സിമിലാരിറ്റി കിടക്കുന്നത്. അപ്പോൾ ഒരു ഡബിൾ മൂവ് ചെയ്താൽ അവിടെ എത്തും. ആ ഒരു ബിൽഡ്, ആ ഒരു പ്രാക്ടിക്കലി തിങ്ക് ചെയ്യാനുള്ള ഒരു ലോജിക്ക് ബിൽഡ് ചെയ്തിട്ടുണ്ടാക്കിയാൽ മതി. അപ്പോൾ നമ്മളിവിടെ ഒരു ചെറിയൊരു തിരുത്തു വരുന്നതിന് നമുക്ക് ആ പാറ്റേൺസ് പ്രിന്റ് ചെയ്യാൻ പറ്റും. സോ ഞാൻ എപ്പോഴും പറയുന്നു, ഒരിക്കലും കോപ്പി പേസ്റ്റ് ചെയ്യരുത്. മാക്സിമം നിങ്ങൾ റിപ്പീറ്റ് റൈറ്റ് ചെയ്യാൻ തന്നെ നോക്കുക. ഞാനിപ്പോൾ ഇവിടെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടാതിരിക്കാനും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യരുത്. മേലത്തത് എഴുതുക, അത് കഴിഞ്ഞിട്ട് അടിയത്തതും അതുപോലെ തന്നെ എഴുതുക, കോഡ് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കോഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഈ ലോജിക്ക് കറക്റ്റായിട്ട് ബിൽഡ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യുക. ഇതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ 4 പാറ്റേണും കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഒരു ദിവസം മുഴുവൻ ഇതിൻ്റെ മേലെ തന്നെ ഇരുന്നാലും ഒരു കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തുകൊണ്ട് ഇവിടെ വരുന്നു എന്നുള്ളത് ഇത് നിങ്ങളൊരു 2, 3, 4 പ്രാവശ്യം റിപ്പീറ്റഡായി ചെയ്യും. 5ാമത്തെ പ്രാവശ്യം നിങ്ങൾ അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ആ ഓരോ ഐട്രേഷനിൽ കൂടി മൂവ് ചെയ്ത് നോക്കി വെക്കുക. I1 ആകുമ്പോൾ ജെ എത്ര വരെയാണ് പോകുന്നത്, ജെയുടെ അവിടെ റോമൈനസ് ആയി കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ആ ഓരോ ഐട്രേഷനിൽ കൂടി മൂവ് ചെയ്ത് പോകും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. സോ കീപ് പ്രാക്ടീസ്, സ്റ്റേ ട്യൂൺ. നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത പാർട്ട് ആയിട്ട് വരാം. ബൈ.